നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. CSK ഇന്നലെ SRHനെ തകർത്ത് തരിപ്പണമാക്കി വിജയിച്ച് കയറി. പക്ഷേ ചില ചോദ്യങ്ങൾ പലരും പല കോണുകളിൽ നിന്ന് ഉന്നയിക്കുന്നു. CSKയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നായകൻ രുദ്രാജ് ഗെയ്ക്വാദ് തന്നെയാണോ? MSD അല്ലേ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? രുദ്രാജ് ഗെയ്ക്വാദിൻ്റെ റോൾ എന്താണ്? ഇങ്ങനെയൊക്കെ പലരും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി രുദ്രാജ് ഗെയ്ക്വാദിനുണ്ട്. അദ്ദേഹം ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറഞ്ഞിട്ടുള്ള ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഞാൻ അത്ര വോക്കലായിട്ടുള്ള ഒരാളല്ല. ഐ ആം നോട്ട് വെരി വോക്കൽ. ഞാനിങ്ങനെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി അങ്ങനെ നടക്കുന്ന ഒരാളല്ല. എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഡ്രസ്സിംഗ് റൂമിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരെ സീനിയേഴ്സിൻ്റെ അടുത്ത് പോയി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ കാര്യമില്ല. സോ ഞാൻ ബാക്ക് സീറ്റ് എടുത്തുകൊണ്ട് അങ്ങനെ പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചുരുക്കത്തിൽ സീനിയേഴ്സിനോട് തനിക്ക് നല്ല ബഹുമാനമുണ്ട്. അവരോട് പോയി ഈ കളിയുടെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കാനൊന്നും താനില്ല. താൻ അത്ര വോക്കലായിട്ടുള്ള ആളുമല്ല. അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് പിൻസീറ്റിൽ ഇരിക്കാൻ തന്നെയാണ് താനും ആഗ്രഹിക്കുന്നത് എന്ന് രുദ്രാജ് ഗെയ്ക്വാദ് കൃത്യമായിട്ട് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും CSKയുടെ സീനിയർ താരങ്ങൾക്ക് അവരുടെ വിജയത്തിൽ വലിയ പങ്കുണ്ട്. അവരുമായിട്ട് ഒരു റെസ്പെക്റ്റിൽ പോവുകയാണ് രുദ്രാജ് ഗെയ്ക്വാദ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റു പല ടീമുകളിലും അതാണ് പ്രശ്നമായിട്ട് പോകുന്നത്. ഈ സീനിയേഴ്സിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ അത് ഡ്രസ്സിംഗ് റൂമിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോകാൻ രുദ്രാജ് ആഗ്രഹിക്കുന്നില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.